നമ്മുടെ അനുമോളെക്കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ എല്ലാവരും കൂടെ കൂട്ടം കൂടിയിരുന്ന് പറയുക കേട്ടോ. ഇത് പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനുമോളുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. സരിക അതേപോലെ അപ്പാനിയൊക്കെ ചെന്ന് മിണ്ടാനൊക്കെ ശ്രമിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ആരടുത്ത് മിണ്ടാൻ താല്പര്യമില്ല. എന്താ മിണ്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ കൂടെയാണിത്. എല്ലാവരും അവളുടെ മുൻപിൽ കളിച്ച് ചിരിച്ച് അവളുടെ അടുത്ത് നല്ല രീതിയിൽ മിണ്ടിയിട്ട് എല്ലാവരോടും കൂട്ടം കൂടിയിരിക്കുമ്പം അവളെ ടാർഗറ്റ് ചെയ്ത് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഈ സരിക ഉൾപ്പെടെ ഈ അപ്പാനി കുറച്ച് മുൻപേ എന്ന് അനുമോളോട് മിണ്ടിയതാണ്, ഇതിനോട് ഒരു ദേഷ്യവും ഇല്ലെന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല. കാരണം അനുമോൾക്കറിയാം ഇപ്പം അനുമോളോട് മിണ്ടിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറ്റം പറയുമെന്ന്. കുറ്റം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമല്ലോ, എങ്ങനെയാണ് നമ്മൾക്ക് പുറത്തുള്ള അഭിപ്രായം, ആരാണ് ടോപ്പ് 5 വരുന്നത്, അല്ലെങ്കിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ട് അപ്പാനിയുടെ അടുത്ത് ചോദിച്ചു, ആരാണ് ടോപ്പ് 5 വരുന്നത്, നിങ്ങളുടെ പങ്കാളിയാണോ നിങ്ങളുടെ കൂട്ടുകാരനാണോ വരുന്നതെന്നൊക്കെ ചോദിച്ച സമയത്ത് അപ്പാനി പറഞ്ഞു നൂറയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അനുമോൾ ഇങ്ങനെ ഞെട്ടിയെന്ന്. ഒബ്വിയസ്ലി ഞെട്ടും. നൂറയ്ക്ക് ഒരിക്കലും ഒരു കപ്പടിക്കാനുള്ള ഒരു ക്വാളിറ്റിയും നൂറയ്ക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ഒന്നും നൂറ കൊടുത്തിട്ടില്ല. അപ്പോൾ നൂറയുടെ പേര് പറഞ്ഞപ്പം അനുമോൾ ഞെട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഭയങ്കര കക്കാന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ഈ അപ്പാനി എന്ത് സാധനമാണെന്ന് ഓർത്താണേ, ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ പോലും വിടുന്നില്ല, കളിയാക്കാനുള്ള ആ ഒരു ടോപ്പിക്കായിട്ട് എടുത്തിടുകയാണ്. അതിനുശേഷം അപ്പം തന്നെ സരിക പറയുമോ, ഇത്രേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ അടുത്ത് ഇതിനേക്കാട്ടും വലിയ കാര്യമാണ് പറഞ്ഞത്. സരിക എന്നിട്ട് കൈ കുറച്ചും കൂടെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ട് സരിക നീ അനുമോൾ നീ എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് ഇതേപോലെ ആർക്കാണ് കൂടുതൽ വോട്ടൊക്കെ ഉള്ളതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ നീ മറ്റേ അക്ബറിന് എങ്ങനെയാണ് പുറത്തുനിന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അക്ബറിന് എങ്ങനെയാണ് പുറത്തുനിന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ വലിയ രസമൊന്നും ഇല്ല, വലിയതായിട്ട് കളിക്കുന്നൊന്നും ഇല്ല എന്ന് കാണിച്ചപ്പോൾ അവൾ ഭയങ്കര കൈകൊട്ടി ചിരിക്കുകയായിരുന്നു അനുമോൾ എന്നുള്ള രീതിയിൽ എല്ലാവരോടും കൂട്ടം കൂട്ടിരുന്ന് പറയുക. അതിനുശേഷം പറയാണ്, എൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അനീഷും അനുമോളുമാണ് ഇങ്ങനെ കയറി മാറി നിൽക്കുകയാണ്, ആർക്ക് കൊണ്ടുപോകുന്നൊന്നും അറിയത്തില്ല എന്ന് സരിക പറഞ്ഞു. അപ്പോൾ അനുമോൾ ചോദിച്ചു സരികയ്ക്ക് ആരാവണം എന്നാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പം സരിക പറഞ്ഞത് നൂറയെന്ന്. അപ്പോൾ അനുമോൾ അങ്ങ് അയ്യടാന്നായിപ്പോയി, ഇതൊക്കെ ഉള്ള സംഭവമാണോ നടന്നതാണോ ഇനി ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഈ സരിക വന്നിരുന്ന് പറയുന്നതാണെന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എടുത്തിട്ട് അനുമോളക്കെതിരെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൂട്ടം കൂടി ഇരുന്നിട്ട് മീൻസ് കളിയാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അനുമോൾക്ക് നന്നായിട്ട് അറിയാം. തൻ്റെ ഫ്രണ്ടിൽ ചിരിച്ച് നിൽക്കുന്നവർക്ക് മാറി നിന്ന് തൻ്റെ കുറ്റം പറയുമെന്ന് നല്ല രീതിക്ക് അറിയാം. ഈ പേളിമണി അതേപോലെ ആയിരുന്നു. പേളിമണിയെ ദ്രോഹിച്ച ഒരാളെപ്പോലും പേളിമണി ഇറങ്ങിക്കഴിഞ്ഞിട്ട് കല്യാണത്തിന് വിളിക്കുകയോ കൂട്ടുകൂടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല, എല്ലാം മനസ്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അനുമോളും ചെയ്തത്. എന്തിനാണ് നമ്മളെ ദ്രോഹിക്കുന്നവരെ മാറി നിന്ന് നമ്മുടെ കുറ്റം പറയുന്ന ആൾക്കാരെ നമ്മൾ കൂടെ നിർത്തേണ്ട ആവശ്യം എന്താ? അതന്നെ ഇവിടെ അനുമോളും ചെയ്തിട്ടുള്ളൂ.